ൊക്കെ തന്ന് അതിനകത്ത് 8-10-12 ലക്ഷം രൂപയുടെ വാഹനമെടുത്ത് നഗരത്തിൽ ഇറങ്ങിയപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓട്ടോയ്ക്കുള്ള റേറ്റ് പോലും തരാതെ നമ്മളെ ആ നിലയിൽ ഓടിക്കുന്ന രീതിയിലാണ് ഈ ഓൺലൈൻ കമ്പനികൾ ആക്കി വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3-4 സമരങ്ങൾ നമ്മളിവിടെ നടത്തുകയുണ്ടായി. അതിന് ഉള്ള കമ്പനി നമ്മളെ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ഇത് അവസാനത്തെ കച്ചിത്തിരുമ്പാണ്. നമ്മൾ ആ നിലയിൽ വലിയ പ്രതിഷേധമായി ഓഫ്ലൈൻ തന്നെ ഭൂവനെ വോക്കൌട്ട് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കണം എന്ന് എല്ലാ നമ്മുടെ ഡ്രൈവർ സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ആ നിലയിലാണെങ്കിൽ ഈ സമയം വലിയ വിജയമാക്കി തീർപ്പാണ്ടപ്പോൾ ഈ സമരം നമ്മൾ വലിയ വിജയമാക്കി തീർപ്പാണ്ടപ്പോൾ നമുക്ക് ഉണ്ടായി തീരും. നമ്മുടെ ആവശ്യങ്ങളെന്ന് പറയുന്നത് ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ്. ഗവൺമെന്റ് നിശ്ചയിച്ച ആവശ്യങ്ങൾ നേരത്തെ അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന ആ നിരക്ക് നമുക്ക് കിട്ടണം എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല. ആ നിരക്ക് നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ വീടുകളിലും നമ്മുടെ വാഹനത്തിന്റെ ഇഎംഐ എടുക്കാനും സാധനങ്ങൾ വാങ്ങാനും വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ ഗുണം കഴിയുള്ളൂ. നമ്മുടെ വീട്ടിലെ സൗകര്യമാരെയും മറ്റുള്ളവരെയും ആ താലിമാലകളൊക്കെ പണയം വെച്ചിട്ടാണ് ഈ വാഹനങ്ങൾ എടുത്തിരിക്കുന്നത്. അത് എന്നിട്ടും മാസം തോറും വീണ്ടും കടം വാങ്ങി ഇഎംഐ അടയ്ക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.